പിണറായി വിജയൻ്റെ മെട്രോ റെയിലിനെ പൊളിച്ചു കൊടുത്തത് റെയിൽവേ അംഗീകരിച്ചില്ല. ഇപ്പോൾ അതുകൊണ്ട് പിണറായി ഇപ്പോൾ ചെയ്യുന്നതെന്നറിയോ, റെയിൽവേയുടെ അനുവാദം വേണ്ടാത്ത മെട്രോ നിയമങ്ങൾ മാത്രം ബാധകമാകുന്ന കേന്ദ്ര നഗര വികസന മന്ത്രാലയത്തിൻ്റെ പദ്ധതിയായിട്ടാണ് ഈ അതിവേഗ റെയിൽ പദ്ധതി വരുന്നത്. അപ്പോൾ റെയിൽവേക്ക് തടസ്സം വെക്കാൻ പറ്റില്ല. മനോഹർ ലാൽ ഖട്ടർ എന്ന് പറയുന്ന മന്ത്രിയോട് ഇത് സംസാരിച്ചപ്പോൾ നിങ്ങൾ പദ്ധതി DPR ഉണ്ടാക്കുക, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, ശ്രീധരൻ മെട്രോമാൻസ് ശ്രീധരൻ ഇതിനൊരു ബദൽ പദ്ധതി നിർദ്ദേശിക്കുകയും അത് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ വെക്കുകയും ചെയ്തപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അതുമായി പ്രൊസീഡ് ചെയ്യാനും ആ പദ്ധതിക്ക് ആയിട്ട് മുന്നോട്ട് പോകാൻ പറയും. ഡൽഹി മെട്രോ റെയിലിൻ്റെ ഓഫീസ് ഫെബ്രുവരി മാസം 2-ാം തീയതി പട്ടാമ്പിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കാനിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ പുതിയ പദ്ധതി വന്നാൽ, കേന്ദ്രത്തിൻ്റെ പദ്ധതി വന്നാൽ കേരളത്തിലെ ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് പിണറായി ഒരു മുഴം മുമ്പേ എറിയുകയാണ്. ഇനി ഈ 538 കിലോമീറ്റർ ദൂരമുള്ള പദ്ധതി മുകളിൽ കൂടെയാണ് പോകുന്നത്. നേരത്തെ കുറ്റിയടിച്ച് അതേ സ്ഥലത്തുണ്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇനി വീണ്ടും ലാൻഡ് അക്വയർ ചെയ്യേണ്ട. അതിന് വേണ്ടിയിട്ട് 1 കിലോമീറ്ററിന് 200 കോടി രൂപയാണ് ചിലവ്. അതായത് ഈ പദ്ധതിയുടെ മൊത്തം ചിലവ് 1 ലക്ഷം കോടി രൂപയാണ്. മെട്രോ 1 ലക്ഷം കോടി പറയുന്നു, അത് പണിത് വരുമ്പോഴത്തേക്ക് 12 വർഷം കൊണ്ടാണ് പൂർത്തിയാവുന്നത്. മറ്റേത് സിൽവർ ലൈൻ ആണെങ്കിൽ DPR അംഗീകരിച്ച് കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് പൂർത്തിയാകുമെന്നാണ് പറയുന്നത്. ഈ ശ്രീധരൻ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയുള്ള പദ്ധതിക്ക് 5 വർഷമാണ് കാലാവധി. 5 വർഷം കൊണ്ട് പൂർത്തിയാകുന്ന പദ്ധതിക്ക് ബദലായിട്ട് വേറൊരു പദ്ധതി, സ്റ്റാൻഡേർഡ് ഗേജുള്ള പദ്ധതി, മെട്രോ പോലത്തെ, നമ്മുടെ കൊച്ചിയിലോടുത്ത മെട്രോ ഇല്ലേ, മെട്രോ ട്രെയിൻ പോലത്തെ ഒരു ട്രെയിൻ കേരളത്തിൽ തെക്ക് വടക്ക് ഓടിക്കാൻ പോവുകയാണ്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വരെ, പിന്നീട് തൃശ്ശൂർ തൊട്ട് കോഴിക്കോട് വരെ, പിന്നെ കോഴിക്കോട് നിന്ന് കണ്ണൂർ വരെ, പിന്നെ കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് വരെ, ഇങ്ങനെ 4-5 ഘട്ടങ്ങളായാണ് പദ്ധതി വരുന്നത്. എന്നിട്ട് ഈ നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലെ മെട്രോ റെയിലുമായിട്ട് കണക്ട് ചെയ്യും. ഇപ്പം മെട്രോ ട്രെയിൻ കേരളം മുഴുവൻ ഓടിക്കാൻ പോവുകയാണ്. അതാണ് ശ്രീധരൻ പറഞ്ഞു കഴിഞ്ഞു, ഈ പദ്ധതി വയബിളേ അല്ല. കാരണം ഈ മെട്രോ നഗരവികസന മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഈ പദ്ധതി മെട്രോകളിൽ ഓടിക്കാനുള്ളതാണ്. അതാണ് കേരളം മുഴുവൻ ഓടിക്കുന്നത് പിണറായി പറഞ്ഞത്. പിണറായിക്ക് ഈ പദ്ധതി ഉണ്ടാക്കിയേ പറ്റും. 12 വർഷം എന്ന് പറയുമ്പോൾ അടുത്ത വർഷവും അതിനടുത്ത വർഷവും തനിക്കോ തൻ്റെ മരുമകനോ ഒക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞാൽ 1 ലക്ഷം കോടി എന്നുള്ള 12 വർഷം കഴിയുമ്പോഴത്തേക്ക് 2-3 ലക്ഷം കോടിയാവും. അതിൻ്റെ 10% കമ്മീഷൻ കിഴിച്ചാൽ അത്രയും പണം 24,000 കോടി കയ്യിലോട്ട് വരും. ആരുടെ കയ്യിലോട്ടെന്ന് ചെയ്യാൻ പറ്റും? CPM-നായിരിക്കാം, അല്ലെങ്കിൽ വ്യക്തികൾക്കായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് 1 ലക്ഷം കോടിയുടെ ഒരു പദ്ധതി നടപ്പാക്കണം. അത് സ്വപ്നമാണ്. 1 ലക്ഷം കോടി എന്ന് ആലോചിച്ച് നോക്കിയാൽ മിനിമം 1 ലക്ഷം കോടിയെങ്കിലും ഉണ്ടാവണം. അത് പദ്ധതി പൂർത്തിയാക്കുമ്പോൾ 1 ലക്ഷം കോടി എന്നുള്ള 2-3 ലക്ഷം കോടിയൊക്കെ ആണെങ്കിൽ 3 ലക്ഷം കോടിയായാൽ 74,000 കോടി രൂപ കൈ കിട്ടും. 10% കൂട്ടിയാൽ 10% ആണെങ്കിൽ വലിയ സ്വപ്നമല്ലേ?